666 പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവം ആറാമത്തെ ദിവസമാണ് മനുഷ്യനുണ്ടാക്കിയതെന്ന് പറയുന്നു. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ. ആറാമത്തെ ഗ്രഹമാണ് സാറ്റേൺ. സാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാത്താനുമായിട്ടൊരു ബന്ധമുണ്ടെന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണോ 666 എന്നത് ചെകുത്താൻ്റെ നമ്പറായി മാറിയത്? അറിയില്ല. എന്തായാലും ആ ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ 6 എന്ന സംഖ്യ നമ്മുടെ ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ബി എന്ന അക്ഷരമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അതായത് സ്മോൾ ലെറ്റർ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ 6 എന്ന് എഴുതിയ പോലെ ഇരിക്കും. അപ്പോൾ ബി ബ്ലഡ്, ബ്രദർഹുഡ്, ബിട്രയൽ. 666 എന്ന ചെകുത്താൻ്റെ സംഖ്യ പരിചയപ്പെടുന്നതിന് മുമ്പേ നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരു ചിഹ്നമുണ്ട്, ട്രിക്വേട്ര എന്ന ഈ ചിഹ്നം. ഈ ചിഹ്നത്തിൽ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 3 ഇലകളുടെ ഷേപ്പിലുള്ള സാധനങ്ങൾ ഇങ്ങനെ കൂടി ചേർന്ന് നിൽക്കുകയാണ്. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദ കിങ് ജെയിംസ് വേർഷൻ ബൈബിളിലാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ബൈബിളിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതിലാണ് നമ്മളൊക്കെ ഭയക്കുന്ന 666 എന്ന ചെകുത്താൻ്റെ നമ്പറിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ആ ഒരു ബൈബിളിൽ ഈ ഒരു ചിഹ്നത്തിനെ കുറിച്ച് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് കൂടി ചേർന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. അതായത് ഈ ക്രിസ്ത്യൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണ്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും. ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു സിംബൽ എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഹെർമനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അതായത് ഈ പഴയ ലിപികൾ, പഴയ പുസ്തകങ്ങൾ, പഴയ ചിഹ്നങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നൊരു ടീമാണ്. അവർ പറയുന്നത് ഈ ഒരു സിംബലിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു പോസിറ്റീവ് അർത്ഥമല്ല, ഒരു നെഗറ്റീവ് അർത്ഥമാണെന്നാണ് പറയുന്നത്.